നക്ഷത്ര വഴി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അടുത്ത ഒരാഴ്ചക്കാലത്ത് വിവിധ നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഫലം എപ്രകാരമായിരിക്കും എന്നതിനെ കുറിച്ച് നമുക്ക് ചുരുക്കി ഒന്ന് ചിന്തിക്കാം. 12 രാശികളിലായി 27 നക്ഷത്രങ്ങളെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. അതിൽ തന്നെ 9 നക്ഷത്രങ്ങൾ 2 രാശികളിലായിട്ടാണ് വരിക. കാർത്തിക, മകീരം, പുണർദം, ഉത്രം, ചിത്തിര, വിശാഖം, ഉത്രാടം, അവിട്ടം, പൂരുരുട്ടാതി ഇത്രയും നക്ഷത്രങ്ങളാണ് 2 രാശികളിലായിട്ട് വരിക. അതുകൊണ്ട് തന്നെ ആ നക്ഷത്രങ്ങളിൽ ജനിച്ച പ്രേക്ഷകർ തങ്ങളുടെ ഫലം എപ്രകാരമായിരിക്കും എന്നതിൽ മനസ്സിലാക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. രാശിചക്രത്തിലെ ആദ്യത്തെ രാശിയായ മേടം രാശിയിൽ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ ഭാഗം ഇത്രയും നക്ഷത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ രാശിക്കാർക്ക് വ്യാഴം 4-ലും രാഹു 6-ലും ശനി 8-ലുമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ അടുത്ത ഒരാഴ്ചക്കാലത്തേക്ക് ഒരു പൊതുവിൽ അവരുടെ ആരോഗ്യസ്ഥിതി അല്പം മോശമാകാനാണ് സാധ്യത. ധനസ്ഥിതി ഒരു ശരാശരി നിലവാരത്തിൽ മുമ്പോട്ട് പോകും. ബന്ധുക്കൾക്ക് സുഖകരമല്ലാത്ത വാർത്തകൾ ആയിരിക്കും ബന്ധുക്കൾ മൂലം നമുക്ക് കേൾക്കേണ്ടി വരും. മറ്റു കാര്യങ്ങൾക്ക് പൊതുവിൽ പറഞ്ഞാൽ സന്താന സ്ഥാനത്ത് നിന്നും കളത്ര സ്ഥാനത്ത് നിന്നും ഗുണകരമായ ഒരാഴ്ചയായി അടുത്ത ഒരാഴ്ച ഉണ്ടാവും. സർക്കാർ കാര്യങ്ങളിൽ ഏതെങ്കിലും കത്തുകളോ ആനുകൂല്യങ്ങളോ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത്തരം സംഗതികൾ ലഭിക്കാനുള്ള സാധ്യതയും കാണും. തങ്ങളുടെ ദോഷ പരിഹാരത്തിനായി സുബ്രഹ്മണ്യ സ്വാമിക്ക് അഭിഷേകങ്ങളും ശാസ്താവിന് നീരാജനം കൊടുക്കുന്നത് നന്നായിരിക്കും. രാശിചക്രത്തിലെ 2ാമത്തെ രാശിയായ എടവക്കൂറിൽ കാർത്തിക നക്ഷത്രത്തിന്റെ 2, 3, 4 പാദങ്ങളും രോഹിണി നക്ഷത്രവും മകീരത്തിന്റെ 1, 2 പാദങ്ങളുമാണ് പെടുത്തിയിട്ടുള്ളത്. ഈ കൂറുകാർക്ക് വ്യാഴം 3-ൽ കൂടെ സഞ്ചരിക്കുന്നു. രാഹു 5-ലും ശനി 7-ലുമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടകശനി കാലമാണ് അവർക്ക് ഇപ്പോൾ ഉള്ളത്. ആരോഗ്യസ്ഥിതി പൊതുവിൽ മോശമായി. മിക്കവാറും എല്ലാ കാര്യങ്ങൾക്കും തടസ്സവും അനുഭവിക്കേണ്ടി വരും. ധനസ്ഥിതിയും പൊതുവെ മോശമായിരിക്കാനാണ് സാധ്യത. കാര്യങ്ങൾക്കെല്ലാം വിഘ്നം, കളത്ര സുഖവും കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. വാഹനങ്ങൾ സംബന്ധിച്ച് റിപ്പയർ കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ചെറിയ അപകടങ്ങൾ വരാതെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യും. തങ്ങളുടെ ദോഷ പരിഹാരത്തിനായി ദേവി ക്ഷേത്രങ്ങളിൽ പുഷ്പാഞ്ജലി സമർപ്പിക്കുകയും ശ്രീകൃഷ്ണന് നെയ്വിളക്ക് കത്തിക്കുകയും ചെയ്യുക എന്നതാണ്. രാശിചക്രത്തിലെ 3ാമത്തെ രാശിയായ മിഥുനക്കൂറിൽ മകീര നക്ഷത്രത്തിന്റെ 3, 4 പാദങ്ങളും തിരുവാതിര ഉണർന്ന നക്ഷത്രത്തിന്റെ 1, 2, 3 പാദങ്ങളുമാണ് പെടുത്തിയിട്ടുള്ളത്. ഈ കൂറുകാർക്ക് വ്യാഴം 2-ലും രാഹു 4-ലും ശനി 6-ലുമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരീരസുഖം പൊതുവെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ഒരു സമയമാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അസ്വസ്ഥതകൾ ഉണ്ടാകും. വീഴ്ചകൾ സംഭവിക്കാതെ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ധനസ്ഥിതി പൊതുവിൽ അനുകൂലമായിരിക്കും. വരവ് അല്പം കൂടി തന്നെ നിൽക്കും. കുടുംബത്തിൽ എന്നാൽ ചില അസ്വസ്ഥതകൾ, കുടുംബത്തിലെ മറ്റംഗങ്ങളുമായി സംസാരത്തിലൂടെ ഉണ്ടായേക്കാവുന്ന ചെറിയ ചെറിയ അസ്വസ്ഥതകൾ സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കണം. കളത്ര സുഖം ലഭിക്കുന്ന ഒരാഴ്ചയാണ്. കളത്രം മുഖേന വരുമാനവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കും സർക്കാർ ജീവനക്കാർക്കും അത്ര അനുകൂലമായ ഒരു ആഴ്ചയല്ല വരാൻ പോകും. ഈ കൂറിൽ ജനിച്ച ആളുകൾ ശ്രീകൃഷ്ണ സ്വാമിക്ക് പാൽപ്പായസ നിവേദ്യവും സർപ്പക്ഷേത്രങ്ങളിൽ യഥാശക്തിയുള്ള വഴിപാടുകളും നടത്തി ദുരിത ശാന്തി വരുത്തുവാനായിട്ട് ശ്രമിക്കും. രാശിചക്രത്തിലെ 4ാമത്തെ രാശിയായ കർക്കടക കൂറിൽ പുണർദ നക്ഷത്രത്തിന്റെ 4ാമത്തെ പാദവും പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളുമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ കൂറുകാർക്ക് വ്യാഴം ജന്മത്തിലൂടെയും രാഹു 3-ലും ശനി 5-ലുമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവിൽ രോഗാവസ്ഥ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് നീണ്ടുപോകാൻ ഇടയുണ്ട്.
ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കായിരിക്കും പ്രത്യേകമായി ചികിത്സ ആവശ്യമായി വരിക. അതുകൊണ്ട് ഹൃദ്രോഗത്തിന് ചികിത്സിക്കുന്ന ആളുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കാൻ ഓർമ്മിപ്പിക്കും. ധനനാശവും കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായ ചെലവുകളും അനാവശ്യമായ ചെലവുകളും ഇവരെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ അക്കാര്യത്തിൽ ശ്രദ്ധിക്കുക. ബുദ്ധിമോശം കൊണ്ട് സംഭവിക്കാവുന്ന ചില ഇടപാടുകൾ ട്രാൻസാക്ഷൻസ് ചെയ്യുമ്പോൾ പ്രത്യേകമായി വളരെ സൂക്ഷ്മമായി ആലോചിച്ച് തന്നെ ചെയ്യാനായിട്ട് വിനയം ഓർമ്മിപ്പിക്കുകയാണ്. രാഷ്ട്രീയക്കാർക്ക് പൊതുവിൽ അവരുടെ അണികളിൽ നിന്നും വിരോധം സമ്പാദിക്കേണ്ട സംഗതികളാണ് ഉണ്ടാവുക. ബന്ധുക്കൾ കുടുംബത്തിൽ വരാനും സമാഗമം സമാഗമം നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു കുടുംബത്തിൽ വരും, എല്ലാവരും കൂടെ കൂട്ടിച്ചേരും. കളത്ത സുഖവും താരതമ്യേന ലഭിക്കാനാണ് സാധ്യത. തങ്ങളുടെ ദോഷ പരിഹാരത്തിനായി ദേവീക്ഷേത്രങ്ങളിൽ വഴിപാടും ശാസ്താവിന് എള്ളുതിരിയും കൊടുക്കാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. രാശിചക്രത്തിലെ 5ാമത്തെ രാശിയായ ചിങ്ങപ്പൂറിൽ മകം, പൂരം, ഉത്ര നക്ഷത്രത്തിന്റെ ആദ്യ ഭാഗം, ഇത്രയും ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയത്. ഈ പൂർക്കാർക്ക് വ്യാഴം 12-ലും രാഹു 2-ലും ശനി 4-ലും സഞ്ചരിച്ചുകൊണ്ടിരിക്കും. കണ്ടകശനി കാലമാണ്. അപ്രതീക്ഷിതമായി രോഗാവസ്ഥ മൂർച്ഛിക്കാൻ, ധനനാശത്തിനും സംഗതികൾ കാണുന്നു. ഇപ്പോൾ 2-ൽ രാഹു ആയതുകൊണ്ട് സ്വാഭാവികമായും ധനസ്ഥിതി മോശമാകാനാണ് സാധ്യത. കുടുംബത്തിൽ ചില ചില്ലറ അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ വരും. ബന്ധുക്കൾക്ക് നാശം വരാനും സാധ്യത കാണുന്നുണ്ട്. കളത്രത്തിനും താരതമ്യേന അത്ര നല്ല സമയമല്ല. പൊതുവിൽ മോശം ഫലം ചെയ്യുന്ന ഒരു രാശിയാണ് ഇപ്പോൾ ചിങ്ങി. അതുകൊണ്ട് തന്നെ ഈ രാശിയിൽ ജനിച്ചാൽ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ശിവ ഭഗവാന് രുദ്രാഭിഷേകം കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഗണപതി ഹോമം കഴിക്കുന്നതും സന്താനങ്ങളുടെ ദുരിതത്തിന് ഒരു പരിധിവരെ സഹായകരമായിരിക്കുമെന്ന് പ്രത്യേകമായി ഓർമ്മിക്കും.